ഇതെൻ്റെ മാമൻ്റെ വീടാണ്, അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരങ്ങളെല്ലാം മരിച്ചു, ഇനി രണ്ടുപേരും മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അതിലൊരു മാമൻ്റെ വീടാണ്, അത് കവടിയാറാണ്. അപ്പോൾ ഞങ്ങളിന്ന് മാമനെ കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് മാമനെ കണ്ടു, വളരെ സന്തോഷമായി സംസാരിച്ച് മാമനുമായിട്ടുള്ള വീഡിയോ എടുത്തു. മാമന് 84 വയസ്സുണ്ട്. നമുക്കിനി എത്ര കാലം മാമനുമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റും? പിന്നീട് മാമൻ്റെ ഒരു സംസാരവും ശബ്ദവും കേൾക്കണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തത്. മാമനെ പറ്റി പറയുകയാണെങ്കിൽ മാമന് 84 വയസ്സാണ്. മാമനും ഭാര്യയും തമ്മിൽ വളരെ സ്നേഹമായിരുന്നു, താങ്ങും തണലുമായിരുന്നു. അവർക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോൻ ബോബി എസ് മാനുവൽ കൊടപ്പനക്കുന്ന് ഫോമിൽ സൂപ്രണ്ടാണ്. ഇളയാളും ഫാമിലിയായിട്ട് അമേരിക്കയിലാണ്. ബോബി ഓഫീസിൽ പോയാ? ശ്രീജയ 9 മണിക്ക് പോകും, 8:30 പോകും. ഷീജ വന്നിട്ട് മണ്ണമ്പല ക്ലിനിക്ക് ഇട്ടിരിക്കുന്നു. ക്ലിനിക്കല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പ്രിയ ഡെന്റൽ ക്ലിനിക്ക്. ഞാൻ ഇടയ്ക്കൊക്കെ പോകും. അവളാ ഷീജല മോള്, അവളും അവിടെ തന്നെ. അല്ലല്ല, അവളിപ്പോ PG പഠിക്കണ. വട്ടപ്പാറ വലിയ കോളേജ് അത് തന്നെ, അതിൽ പഠിക്കണം. ഡെന്റൽ കോളേജില് അതിൽ പഠിക്കണം. പിന്നെ ഇതിപ്പം 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞ്, ഇനി 1.5 കൊല്ലം കൂടെ ഉണ്ട്. പിന്നെ മാമനും കുടുംബം ഇതാണ്. മാമിയും മാമനുമാണ് നടുക്ക് നമ്മൾ കാണുന്നത്. ഈ മാമൻ്റെ ഒരു മോനും കുടുംബവും ഇടതുവശത്തും, ഒരു മോനും കുടുംബവും വലതുവശത്തും. അപ്പോൾ മാമൻ്റെ മൂത്ത മോൻ ബോബി എസ് മാനുവൽ തിരുവനന്തപുരം കൊടപ്പനക്കുന്നിലെ ഡോക്ടറാണ്, ഫോമിലെ സൂപ്രണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ മോൻ അമേരിക്കയിലുമാണ്. ഇന്ന് പല കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അതായത് മക്കളെ പോലെ നോക്കുന്ന അമ്മായിയമ്മമാരില്ല എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഈ മരുമക്കളെ സ്വന്തം മക്കളെ പോലെയാണ് അവർ കരുതിയിരുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ച് ഈ മരുമക്കളും ഇവരെ കരുതിയിരുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കുടുംബത്തെ പറ്റി കൂടുതലായി അറിയാൻ മാമൻ തന്നെ പറയുന്ന വാക്കുകളുണ്ട്. മരുമോളെന്ന് വെച്ചാൽ പ്രിയ ഡെന്റൽ ക്ലിനിക്ക് മണ്ണന്തല ഇട്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഹോസ്പിറ്റലാണ്. മിക്കവാറും തിരുവനന്തപുരത്തുള്ള കുറേ ആൾക്കാർക്ക് അവളെ അറിയാം, അവളുടെ ആ പെരുമാറ്റം എല്ലാം അറിയാം. അവൾ വലിയ ഡോക്ടറാണ്, വലിയ പദവി ഇരിക്കുന്ന ആളാണ് എന്നൊന്നുള്ള ഒരു അഹങ്കാരമൊന്നും കാണിക്കാതെ ഒരു സാധാ വീട്ടമ്മ പോലെയാണ് മാമനോട് പെരുമാറുന്നതും മാമന് ആഹാരമെല്ലാം ശരിയാക്കി കൊടുക്കുന്നതും. അവർ വളരെ സ്നേഹമാണ്. അപ്പോൾ അവളുടെ ഫോട്ടോ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഷീജ രാവിലെ ഷീജയുടെ മോളാണ് ഇപ്പൊ എല്ലാ കാര്യം ചെയ്തു തരണേ അല്ലേ? ബോബിയുടെ ഭാര്യ എല്ലാം കാലത്ത് അയച്ച് അവളെന്നെ നോക്കണം. മക്കളെ പോലെ പെമ്മക്കളെക്കാരും കാര്യമായിട്ട് നോക്കും. വാസ്തവത്തിൽ പെമ്മക്കൾ ഇങ്ങനെ കാര്യമായിട്ട് നോക്കൂല. ബോബിയുടെ ഭാര്യയെ ഇന്നത്തെ കാലത്ത് മരുമക്കളെന്ന് പറഞ്ഞാൽ വന്ന ഉടനെ തന്നെ എനിക്ക് എല്ലാം എടുത്ത് വെച്ച് എല്ലാം വന്ന് കൂടെ ഇരുന്ന് കഴിപ്പിച്ചിട്ടേ പോവുള്ളൂ, പിന്നെ മുകളിൽ പോവുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, നീ എല്ലാം തുണിയെല്ലാം മാറ്റിട്ട് അതൊക്കെ ഒന്നിച്ച് കഴിക്കാൻ പറഞ്ഞാ എല്ലാ കാര്യവും നോക്കി ഭംഗിയായിട്ടുള്ള കാര്യം നടത്തിയിട്ടാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു മാതൃകാ കുടുംബമാണ്. അപ്പനും അമ്മയും വളരെ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ മക്കളുടെ കുടുംബവും മരുമക്കളും എല്ലാം വളരെ സ്നേഹത്തിലാണ്. മാമി നല്ലൊരു മാതൃകയായിട്ട് ജീവിച്ച വ്യക്തി. അവിടെ എന്താ ഒരു കടയുണ്ടല്ലേ പാളയ മറ്റേ അവിടെയൊക്കെ പോന്ന മതേ സദ്യ മറ്റേ അവിടെ പാളയത്തിൽ വലിയ കടയുണ്ടല്ലോ മുസ്ലിംസിന്റെ. അവിടെ എതിർവശത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിന്റെ എതിർവശത്ത് 2-3 വലിയ കട. സാംസങ്
അവൻ കാണുന്നല്ലേ, അവിടെ പോകില്ലേ? ആ എല്ലാം കൂടെ കഴിക്കണ്ടേ, വയറന്നിട്ട് ഇന്ന് പോയിട്ട് കാര്യമില്ല. പോടെ. ഞാൻ ഇറച്ചി കഴിക്കൂല. കഴിയില്ലേ? അവൻ മോനസ് എങ്ങനെയുണ്ട്? ആ ഇന്നിപ്പോ ഈ സുഖമില്ലാത്ത ആളുകളെ വീട് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അവരൊരു ടീം. മാതൃകാപരമായി ജീവിക്കുന്ന ഇത്തരം കുടുംബങ്ങളെ കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ പലരും പറയുന്നത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഭർത്താക്കന്മാർ നോക്കൂല എന്നാണ്. ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരും അങ്ങനെയല്ല.